നമസ്കാരം. കേരള രാഷ്ട്രീയം മാറും എന്നതിന്റെ കൃത്യമായ ചില സൂചനകൾ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അല്ലെങ്കിൽ ചൂടൻ ചർച്ച എന്ന് പറയുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വയനാട് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനിടയിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലൊന്നായിരുന്നു TMC അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിലേക്ക് എത്തും എന്നത്. എന്തായാലും മമതാ ബാനർജി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതിനു മുൻപ് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഉൾപ്പെടെ പിടിമുറുക്കിയേക്കാം. സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു നിരയിലേക്ക്, ഈ ഒരു ശ്രേണിയിലേക്ക് ഒരുപക്ഷെ TMC കൂടി വന്നേക്കാം എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സഖാക്കളുടെ അന്തക എന്നറിയപ്പെടുന്ന മമതാ ബാനർജിക്ക് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ എന്നതാണ്. നമുക്കറിയാം, പലപ്പോഴും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന സഖാക്കൾ, പ്രത്യേകിച്ചും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അവർ CPM-ന് എതിരായി നിൽക്കുന്ന ഏതൊരു നേതാവിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്ന ശീലമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഈ വിദ്യാർത്ഥി സംഘടന SFI നടത്തിയ സമരങ്ങൾ എത്രത്തോളമാണ് എന്ന് കേരളം കണ്ടതാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്തെന്നാൽ, മമതാ ബാനർജി വയനാട്ടിലേക്ക് വരികയാണ് എങ്കിൽ ഈ കുട്ടി സഖാക്കൾ ഉൾപ്പെടെ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ മുൻനിരയിൽ ഉണ്ടാകുമോ എന്നതാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ 3 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് മമതാ ബാനർജി ഒറ്റയ്ക്കാണ്. അതിനവർക്ക് ഏറ്റവും അധികം ഊർജം നൽകിയത് ന്യൂനപക്ഷങ്ങളായിരുന്നു. അവിടെയുള്ള ഏറ്റവും ഗ്രാമപ്രദേശങ്ങൾ താമസിക്കുന്ന ജനങ്ങൾ തന്നെയായിരുന്നു. അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ള ഒരു വലിയ പ്രത്യേകത മമതാ ബാനർജിക്കുണ്ട്. പ്രത്യേകിച്ചും അവർക്കതിന് ഏറ്റവും അധികം മുതൽക്കൂട്ടാവുന്നത് പദയാത്രകൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ TMCയുടെ പല സ്ഥാനാർത്ഥികളും പ്രചരണ വാഹനത്തിൽ മുന്നോട്ട് പോയപ്പോൾ മമതാ ബാനർജി റോഡിൽ ഇറങ്ങി നടക്കുന്നതിന്റെ വാർത്തകൾ ദേശീയ തലത്തിൽ ഇടം പിടിച്ചിരുന്നു. ഈ മമതാ ബാനർജിയുടെ കാൽനട യാത്രയ്ക്ക് ഒരു വലിയ പവറുണ്ട്. വയനാട്ടിലേക്ക് മമതാ ബാനർജി എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു പദയാത്ര ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മമതാ ബാനർജി ഇടതുപക്ഷവുമായി കടുത്ത വിരോധമുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ പൊള്ളയായ നിലപാടുകൾ അവർ സധൈര്യം തുറന്നു പറയാറുണ്ട്. അങ്ങനെയുള്ള മമതാ ബാനർജി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള സഖാക്കൾ എങ്ങനെയായിരിക്കും, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമോ അല്ലെങ്കിൽ അവരെ കരിങ്കൊടി കാണിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ സിൻഡിക്കേറ്റ് മാഫിയയുടെ ഭരണത്തെ വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചത് മമതാ ബാനർജിയുടെ തെരുവുകളിലൂടെയുള്ള യാത്രയും ജനങ്ങളെ സംഘടിപ്പിക്കലും ഒക്കെ തന്നെയാണ്. ഇത് കേരളത്തിലെ കോൺഗ്രസും BJPയും ഒക്കെ മാതൃകയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ CPM-ന്റെ അന്ത്യം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഈ മമതാ ബാനർജി ശൈലി, അതിന് വളരെയധികം ആരാധകരുണ്ട്. ഈ ശൈലിയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ അധപ്പതനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമുക്കറിയാം, അവരുടെ കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പരാജയം എന്ത് എന്നുള്ള തരത്തിലുള്ള വിശകലനങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് സമ്മതിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പിണറായി ശൈലി മാറ്റണമെന്നുള്ള അഭിപ്രായം മുതിർന്ന CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുമ്പോൾ അതുപോലും അംഗീകരിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറല്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ സംസ്ഥാനത്ത് ചൂടോടെ നിൽക്കുന്ന സമയത്താണ് ഈ ഇടതുപക്ഷത്തിന്റെ അന്തകയായ മമതാ ബാനർജി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും രാഷ്ട്രീയപരമായി ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില സർപ്രൈസുകളൊക്കെ മമത ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.